അപ്പോൾ ഒരു റൗണ്ട് അപ്പ് നമ്മൾ ജസ്റ്റ് ഇസ്രായേലിൽ നിന്ന് തുടങ്ങി നമ്മൾ അമേരിക്ക, അതേപോലെ തന്നെ പാകിസ്ഥാൻ, അതേപോലെ തായ്ലാൻഡ്, കംബോഡിയ, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. എല്ലാം തന്നെ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കാം. കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലും ജോർദാനും ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയയിൽ ഒരു 80 കിലോമീറ്ററോളം സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസിങ് നിർമ്മിക്കുകയാണ്. ആ ഒരു വർക്ക് ഇപ്പം പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ ഫൂട്ടേജസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് 2 ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു വർക്കാണ്. ഏതാണ്ട് പകുതിയോളം ഇത് പൂർത്തിയായി. ഈ വർക്ക് അങ്ങ് മുന്നോട്ട് തുടർന്ന് നടക്കുകയാണ്. ഇത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോർഡർ ഇസ്രായേൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, സിറിയയുടെ സൈഡിൽ നിന്നുള്ള ത്രെട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സിറിയ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഈ സിറിയ ശരിക്കും കൊനെഡ്ര വരെ, അതായത് കൊനെഡ്രയിൽ ശരിക്കും അതിൻ്റെ താഴെ ഡ്രൂസ് കമ്മ്യൂണിറ്റി താമസിക്കുന്നുണ്ട്. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ എപ്പോഴും ലക്ഷ്യമിടുന്നുണ്ട്. ഒരു സൈഡിൽ അലാവിറ്റുകളെ ഇല്ലായ്മ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ HTSന്റെ ഭരണകൂടം തുടർച്ചയായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുപാട് പ്രോക്സികളായിട്ടുള്ള കുറേ തീവ്രവാദ സംഘടനകളുണ്ട്. ഇവർക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ മതി, ഇവരങ്ങ് തുരിതരാ വന്ന് കയറിക്കോളും. അപ്പോൾ ഇവർ ഇതേപോലെ ഈ മത ആചാരങ്ങൾക്കുള്ള ഈ തക്ബീറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വിളിച്ചുകൊണ്ട് ഇവരിങ്ങനെ വരികയാണ് റാലി ആയിട്ട്. ബൈക്ക് റാലി, അതേപോലെ തന്നെ ഈ പിക്കപ്പ് ട്രക്കിൻ്റെ റാലി, ഇതെല്ലാം തന്നെ അവർ നടത്തിക്കൊണ്ട് ഇങ്ങനെ വരികയാണ്. കൊനെഡ്ര വരെ വന്നിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഭീഷണി മുഴക്കിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. അത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇസ്രായേൽ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് നടത്തുകയാണ്. അതായത് ഈ സിറിയയിലെ അസാദ് ഭരണകൂടം വീണതിന് ശേഷം അബു മുഹമ്മദ് ജൊലാനി അഥവാ അഹമ്മദ് അൽ ഷാറയുടെ ഈ ഭരണകൂടം സിറിയയിൽ വന്നതിന് ശേഷം 600-ലധികം അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അവിടെ. ഇതെല്ലാം തന്നെ റീസണബിൾ ആയിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് അവിടെ എന്ത് വർക്കാണ് നടക്കുന്നത്, എന്തിൻ്റെ പേരിലാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നത് എന്നുള്ള പൂർണ്ണ തെളിവ് സഹിതം അവർ റെക്കോർഡിക്കലി കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നതെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം നമ്മൾ അടുത്ത് ഗാസയ്ക്കുള്ളിലുള്ള കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഗാസയ്ക്കുള്ളിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഒരു 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ടണൽ, ആ ടണൽ ഇന്ന് ഇസ്രായേൽ റഫ ഭാഗത്ത് അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ അത് ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിക്കാൻ വേണ്ടി അത് സ്ഫോടനത്തിലൂടെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഒരുങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാഥമികമായിട്ട് ആ ടണലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് IDF ഉദ്യോഗസ്ഥർ കംപ്ലീറ്റ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 10 കിലോമീറ്ററാണ്, പല രീതിയിലുള്ള, അത് 60-ലധികം സെപ്പറേറ്റ് ചാമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും കുറേ ഫുഡ് ഐറ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഹമാസ് എടുത്തുകൊണ്ട് മരവിപ്പിച്ച് വെച്ചിരുന്ന ഫുഡ് ഐറ്റംസ്. ഇതെല്ലാം തന്നെ ബേബി ഫോർമുലയാണ് കേട്ടോ, ബേബി ഫോർമുല. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതും കൂടിയാണ്. അതായത് ഇങ്ങനെ ബേബി ഫോർമുലയൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ്. അതായത് ഗാസയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ച വന്നുകൊണ്ടിരിക്കണം, ലൈം ലൈറ്റ്. അതിനുവേണ്ടി തന്നെയാണ് ഹമാസ് ശ്രമിക്കുന്നത്. കാരണം ഹമാസിന് ഇസ്രായേലിനെ എതിർത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഏറ്റുമുട്ടാനുള്ള ആ ഒരു കരുത്തില്ല, ആ ഒരു കരുത്തുമില്ല. അവർ അത്രമാത്രം എക്യുപ്ഡ് അല്ല. അവർ ചെയ്യുന്ന പ്രാർത്ഥന അങ്ങ് ചെയ്യുക, പിന്നെ നേരിട്ട് ഇസ്രായേലിന്റെ മുന്നിൽ വന്ന് പെടുക, അവർക്കുള്ള ഏക മാർഗം, ഏക പോംവഴി. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കൂ, ഇത് എത്രമാത്രം കുട്ടികൾക്ക് കൊടുക്കേണ്ട ബേബി ഫോർമുലയാണ്. ഇപ്പോൾ ഇതൊക്കെ UN-ൽ ഇപ്പോൾ ഇതൊന്നും ഇതൊക്കെ UN കണ്ണു കാണത്തില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ UNRWAയുടെ ഒരു ഗോഡൗണും കൂടി കയറി പരിശോധിച്ചിട്ടുണ്ട് ഇസ്രായേൽ. അവിടെയും ഒരുപാട് ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. അവിടെയും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇതേപോലെ എക്സ്പയറി ആയി അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇനി സൗദി അറേബ്യയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, സൗദി അറേബ്യ അവരുടെ ട്രൂപ്പിനെ മൂവ് ചെയ്യാണ് യമനിലോട്ട്. ഈ സൗദി അറേബ്യയുടെ ടാങ്കുകളാണ് ഇങ്ങനെ ചേറിപ്പാഞ്ഞുകൊണ്ട് പോകുന്നത്. ഇത് വേറെ എവിടെയല്ല, യമനിലാണ്. യമനിൽ ഹൂത്തികൾക്കെതിരെയല്ല പോകുന്നത്. ഇതിനു മുമ്പ് സൗദി അറേബ്യയും UAEയും കൂടി ചേർന്നിട്ടാണ് ഹൂത്തികളെ നേരിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൗദിക്കും UAEക്കും ഇടയിൽ തർക്കം യമനിൽ അതിരൂക്ഷമാണ്. അപ്പം ഈ ഹൂത്തികൾ ഇപ്പോൾ ജസ്റ്റ് നോക്കൂത്തികളായിട്ട് അവർ ഹാപ്പി ആയിട്ട് ഇതിനെ നോക്കി നിൽക്കുകയാണ്. കാരണം അവർക്കെതിരെ പടപൊരുതിയിരുന്ന രണ്ടുപേരാണ് ഇപ്പോൾ തമ്മിലടിക്കുന്നത്. തമ്മിലടി അതിരൂക്ഷമായിട്ട് നടക്കുകയാണ് യമന്റെ ഉള്ളിൽ. അതുപോലെ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് അടുത്ത് വരുന്ന വാർത്ത പറഞ്ഞാൽ, ജദ്ദ കേന്ദ്രീകരിച്ച് നല്ല രീതിയിലുള്ള മഴയാണ്. മഴയിൽ നല്ല രീതിയിൽ വെള്ളപ്പൊക്കം, വാഹനങ്ങളൊക്കെ പകുതിയോളം വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട്. എഞ്ചിന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി അവിടെ സ്ട്രക്കായി കിടക്കാണ്. ആൾക്കാരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നീന്തി പുറത്തോട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ആ രീതിയിൽ ഒരു പെരുമഴ പെട്ടെന്ന് വന്നു. അതേപോലെ വെള്ളപ്പൊക്കത്തിൽ നിറഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യയിൽ ജദ്ദ. സൗദി അറേബ്യയിൽ ഇന്നലെ സംഭവിച്ച വെള്ളപ്പൊക്കത്തിന്റെ ഫൂട്ടേജസ് ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അത് തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടോളൂ. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അടുത്ത വാർത്തയിലേക്ക് പോകാം, സമയങ്ങളുണ്ടല്ലോ. പിന്നെ ഒരു വാർത്ത വരുന്നത് പാകിസ്ഥാനിലെ അസീം മുനീർ. ഈ അസീം മുനീറിന് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഒരു പേര് വീണിട്ടുണ്ട്, ഡോളർ ഓഫീസർ. അതായത് ഡോളർ ഓഫീസർ എന്നാണ് വിളിക്കുന്നത്. ഈ ഡോളർ ഓഫീസർ ശരിക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇത് എത്രമാത്രം ഇതിനകത്ത് ആധികാരികത ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ വാർത്ത വന്നിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്നാണ്. അപ്പം അഫ്ഗാനിസ്ഥാൻ എത്രമാത്രം പാകിസ്ഥാനെ കുറിച്ചുള്ള വാർത്ത സത്യസന്ധമായിട്ട് പുറത്തുവിടുന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനെ പൂർണ്ണമായിട്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഒരു 50% വേണമെങ്കിൽ മുഖവിലേക്ക് എടുക്കാം. ഈ വാർത്ത ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വാർത്തയെ ഗണ്ണിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും ഒരു രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല. സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള റൂമേഴ്സ് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും അതിന് ഉടനെ തന്നെ പ്രതികരണം വരും.
ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ ഈ ഒരു വാർത്ത പബ്ലിഷ് ആയിട്ട് ഒരു ദിവസമായി, ഞാൻ ഇന്നലെ തൊട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൗണ്ടർ വാർത്ത പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ഇനി അസീം മുനീർ റിയലി ഹോസ്പിറ്റലൈസ്ഡ് ആണോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം അങ്ങനെ അടുത്ത് ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ലാഹോറിലാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. തീവ്രവാദ സംഘടനകളിൽപ്പെട്ട ലഷ്കറിന്റെ, ജയ്ഷിന്റെ ഒക്കെ കുറേ തീവ്രവാദ കൂട്ടങ്ങൾ ഇവരെല്ലാവരും കൂടി ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചതുപോലെ അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെയാണ് അവിടെ നടക്കുന്ന സംസാരങ്ങളെല്ലാം. അവിടെ പല പാട്ടുകൾ, ഇന്ത്യക്കെതിരെ പാട്ടുകൾ, അതേപോലെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് പുണ്യം കിട്ടുന്ന പോലെ രീതിയിലുള്ള ഗാനങ്ങളൊക്കെ അവിടെ ആലപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രസംഗങ്ങളും അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇവർ കൂട്ടം കൂടിയിട്ട് വല്ലാത്ത രീതിയിലുള്ള വേറെ സംഭവങ്ങളോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സും അതൊന്നുമല്ല ഇവർ സംസാരിക്കുന്നത്. ഇവരുടെ കൂട്ടം വളരെ പർട്ടിക്കുലറാണ്, മതപരമാണ്, ഇന്ത്യക്കെതിരാണ്. അതാണ് ഇവരുടെ പ്രധാന അജണ്ട. ഏതോ കശ്മീരിനെ നാളെ തന്നെ ഇന്ത്യയുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കുന്ന രീതിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെയാണ് ഇവരുടെ പെരുമാറ്റം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ ജയിൽവാസത്തിനെ ചൊല്ലി അവിടെ തർക്കം അതിരൂക്ഷമായി മുന്നോട്ട് നീങ്ങുകയാണ്. റാവൽപിണ്ടി മുതൽ ഇസ്ലാമാബാദ് വരെ ഈ തെഹരിക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ പ്രതിഷേധ പ്രകടനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് റാവൽപിണ്ടി മുതൽ ഇസ്ലാമാബാദ് വരെ പല രീതിയിലുള്ള ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ട് പോലീസ് സകല സംവിധാനം ഒരുക്കി റെഡിയായിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇമ്രാൻഖാന്റെ സിസ്റ്റേഴ്സും പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ റാവൽപിണ്ടിയിലെ ജയിലിന്റെ മുന്നിൽ ഇമ്രാൻഖാന്റെ സിസ്റ്ററിന്റെ മേളിൽ വെള്ളം, അപ്പോൾ അവിടെ സിവിൽ ഡിഫൻസിൽ നിന്ന് കൊണ്ടുവരുന്ന ആ വെള്ളം വെച്ച് അടിച്ച് ഫോഴ്സ്ഡ് വാട്ടർ അവരുടെ മേളിൽ അപ്ലൈ ചെയ്ത് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ അതിരൂക്ഷമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം ആഹ്വാനം ചെയ്തിരിക്കുന്നത് തെഹരിക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞ ഇമ്രാൻഖാന്റെ പാർട്ടി. അതുപോലെ അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. യുവമാരെ എവിടെ പോയാലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പാകിസ്ഥാന്റെ മിനിസ്റ്റർ മൊഹ്സിൻ നഖ്വി. ഈ മൊഹ്സിൻ നഖ്വിയാണ് ഇന്ത്യ വിജയിച്ച് നേടിയ ICCയുടെ കപ്പ് എടുത്തുകൊണ്ട് പോയ ആ ഒരു മഹാൻ. ആ വ്യക്തി മൊഹ്സിൻ നഖ്വി UK വിസിറ്റ് ചെയ്തു. അപ്പോൾ UK പോയ സമയത്ത് ഇയാളുടെ കാറ് UK പോലീസ് ബാക്ക് ടു ബാക്ക് ഭയങ്കരമായിട്ട് തറവായിട്ട് ചെക്ക് ചെയ്ത് പരിശോധന നടത്തി. അപ്പോൾ അതിൽ പുള്ളിക്ക് ഭയങ്കര നാണക്കേടാണ്. ഞാൻ ഇൻസൾട്ടഡ് ആണെന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ രാജ്യം പാകിസ്ഥാനാണ്. നിങ്ങൾ തീവ്രവാദ രാജ്യത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പരിശോധനകൾക്കൊക്കെ നിങ്ങൾ വിധേയരാവേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. മറ്റുള്ളവരുടെ സേഫ്റ്റിയും കൂടി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊഹ്സിൻ നഖ്വിയുടെ മാത്രമല്ല, അവിടെ ഈ കാർ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറേ ആൾക്കാരും കൂടി അവിടെ കൊല്ലപ്പെടും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യം ചെയ്യേണ്ടി വരും. അവർക്ക് അവരുടേതായിട്ടുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവർ പരിശോധിക്കും. അതിന് നിങ്ങൾ ക്ഷുഭിതനായിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളടുത്ത് ടാൻസാനിയയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത. ഇപ്പോൾ ഇതിലെ അപ്ഡേറ്റ്സ് നമ്മൾ തന്നിട്ട് കുറേ നാളായി. ഇപ്പം പുതിയ ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ടായിരിക്കുന്ന പറഞ്ഞാൽ ഈ ടാൻസാനിയയിൽ അവിടെ ഈ സുലൂഹ് എന്ന് പറഞ്ഞ ആ ഒരു പ്രസിഡന്റ് ഉണ്ടല്ലോ, ടാൻസാനിയൻ പ്രസിഡന്റ്. ഈ ലേഡി അവിടെ എലക്ഷൻ ഡെമോക്രാറ്റിക് രീതിയിലല്ല നടത്തിയത് എന്നുള്ളതിന് അവിടെ ഭയങ്കര പ്രതിഷേധം. അവിടെ പൊതുജനങ്ങൾ ഇപ്പം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ പ്രതിഷേധത്തിന് ജെൻസി കാറ്റഗറിയിലാണ് പെടുത്താൻ ശ്രമിക്കുന്നത് എങ്കിലും അവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഈ സുലുചേച്ചി അവിടെ ഡെമോക്രാറ്റിക് രീതിയിലല്ല ഇലക്ഷൻ കണ്ടക്ട് ചെയ്തത് എന്നുള്ള ആരോപണമാണ് അവിടെ ശക്തിപ്പെടുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഇവർക്ക് റീ ഇലക്ഷൻ വേണം. അതുകൊണ്ട് ഈ സുലു എത്രയും വേഗം അടുത്ത ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകണം എന്നതിനെ ചൊല്ലിയാണ് ഈ പ്രതിഷേധം ഇപ്പം ടാൻസാനിയയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് എത്രമാത്രം കത്തിപ്പടരും അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാരൊക്കെ തന്നെയാണ് നമ്മൾ ഇവരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഫാമിലി മെമ്പേഴ്സാണ് എല്ലാ വിധത്തിലുള്ള പ്രധാനപ്പെട്ട പൊസിഷനിലെല്ലാം ഇവർ ആക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ വീട്ടിൽ മാരേജ് ബ്രോക്കറായിട്ട് നിന്നിരുന്ന ആളാണ് ഡിഫൻസിന്റെ മിനിസ്റ്റർ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പട്ടാളം പഠനത്തിന് തെരുവിലിറങ്ങുമെന്നാണ് തോന്നുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിനകത്ത് പൊതുജനങ്ങൾ വിജയിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ സുലുചേച്ചി വിജയിക്കുമോ എന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ്. ഇനിയിപ്പം യൂറോപ്പ് അവരുടെ പോളിസി വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റ് ഞാനിവിടെ വെക്കാം. പക്ഷെ അതിനു മുമ്പ് എന്താണ് മാർക്കോ റൂബിയോ പറഞ്ഞു വരുന്നത്, അതിൻ്റെ ചുരുക്കം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇപ്പം യൂറോപ്പ് ആണെങ്കിൽ ആയുധം വാങ്ങിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയുധം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക റഷ്യയുടെ സൈഡിൽ നിന്നും ലേശം ഒന്ന് വഴുതി മാറി ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ഡീൽ നടക്കുന്ന ആ ഒരു കാലയളവിൽ. അപ്പോൾ ആ രീതിക്കൊരു സൂചനയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകും. റഷ്യക്ക് ഏത് രീതിയിലുള്ള പ്രഷർ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതേപോലെ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനാണ്. ഉക്രൈൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ ഡിഫെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉക്രൈനുണ്ട്. അതൊരിക്കലും അമേരിക്ക നിരസിക്കുന്നില്ല. പക്ഷേ അതേ സാഹചര്യത്തിൽ ഉക്രൈനിന് വേണ്ട രീതിയിലുള്ള ആയുധങ്ങൾ വേണമെങ്കിൽ അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങിച്ച് അവർക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കാം. ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് അമേരിക്ക അങ്ങോട്ട് സഹായിക്കുമെന്നുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പൈസ കൊടുത്ത് ആയുധം വാങ്ങിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം, യൂറോപ്പിന് വേണമെങ്കിലും ആയുധം വാങ്ങിച്ച് അവർക്ക് കൊടുത്ത് സഹായിക്കാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന അമേരിക്കയുടെ ഡിസംബർ 4 പുറത്തിറങ്ങിയ
യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് എന്താണെന്നുള്ളത് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് മാൻഡ്രോ പോളിസി എന്ന് പറഞ്ഞ ആ ഒരു പോളിസി റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് യൂറോപ്പിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇനി അങ്ങോട്ട് ഹെൽപ്പ് ഇല്ല, പൈസ കൊടുത്ത് ആയുധം വാങ്ങിച്ചോ, പോയി ഫൈറ്റ് ചെയ്തോ, ഞങ്ങൾ മാക്സിമം ആ ഒരു ദൗത്യം എല്ലാ കാലത്തും ഞങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും. പക്ഷേ അതിലുപരിയായിട്ട് പണ്ടത്തെ പോലെ നാറ്റോയ്ക്ക് അങ്ങ് വാരിക്കോരി കൊടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ യൂറോപ്പിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനോ ഞങ്ങളില്ല എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വരുന്നത്. ഈ ഒരു പോളിസി ചേഞ്ച് അഥവാ ഈ ഒരു പോളിസി ഷിഫ്റ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും. The president is a very patient man. He's very committed to peace, but his patience is not infinite. And as he has said repeatedly, he has before him the opportunity and the options of imposing additional economic costs on the Russian Federation if necessary in order to bring this to an end. He also has before him the option, as he has already chosen to do in some circumstances, to sell defensive weaponry and potentially offensive weaponry so that Ukraine can defend itself from this assault by purchasing that weaponry. So I'm here to say to the Security Council, the United States remains as committed as it has ever been to a peaceful resolution to this dangerous conflict. ഇനി ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഐ എ JNKയിലെ അനന്ത്നാഗ് ഏരിയയിലാണ് ഇന്ന് സെർച്ച് നടത്തുന്നത്. അതായത് തികച്ചും ഈ ഡൽഹി പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സസ്പെക്റ്റുകളെ അവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ തുടർന്നാണ് NIA ആ ഭാഗത്ത് അന്വേഷണം വികസിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പല ഏരിയയും സെർച്ച് ചെയ്യുന്നുണ്ട്, പലരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തായ്ലാൻഡ് കംബോഡിയ, ഈ തായ്ലാൻഡ് കംബോഡിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ട്രംപ് ആണെങ്കിൽ ഇന്നലെ കൂടി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാനാണ് നിർത്തിയത് എന്നുള്ള അവകാശവാദവുമായിട്ട് 1001ാമത്തെ പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ട്രംപിന് ഈ പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനി അതിന്റെ ഇനിയിപ്പോൾ അതിന്റെ ഡീപ്പ് ലെവലിൽ പോയിട്ട് അത് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇന്റലിജൻസ് വിവരങ്ങളുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കിരാണ ഹിൽസിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ ആണവായുധം ഇന്ത്യ തകർക്കും എന്നുള്ള അവസ്ഥയിൽ എത്തിയപ്പോഴത്തേക്കാണ് പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചിട്ട് കരഞ്ഞ് കാല് പിടിച്ച് യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള യാചനയുമായിട്ട് വന്നത്. അതേ തുടർന്നാണ് നമ്മൾ യുദ്ധം നിർത്തിയതെന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ വിഷയം കൂടിയാണ്. എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷെ അതേസമയം ട്രംപ് ഇപ്പം രണ്ടാമത്തെ സമാധാന കരാർ തായ്ലാൻഡ് കംബോഡിയ അതും പുള്ളിയുടെ അവകാശവാദത്തിന്റെ ലിസ്റ്റിലുണ്ട്. കാരണം പുള്ളി എപ്പോഴും ഇങ്ങനെ പോക്കറ്റിൽ ഒരു ചെറിയ കുറിപ്പ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം എത്ര യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ളത് പുള്ളിക്ക് തന്നെ ഓർമ്മയില്ല. കാരണം അത്രമാത്രം യുദ്ധങ്ങൾ പുള്ളി പിന്നെ ഭരണത്തിൽ കയറി ഒരു 4-5 മാസം കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 10-12 യുദ്ധങ്ങളുടെ ലിസ്റ്റ് പുള്ളിക്കാരൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നതിൽ ഒരു യുദ്ധമാണ് തായ്ലാൻഡ് കംബോഡിയ. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ തായ്ലാൻഡ് കംബോഡിയയുടെ ഒരു സ്ഥലത്ത് പോയിട്ട്, അതായത് അവിടെ ഒരു ഹിന്ദു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ അമ്പലത്തിന്റെ പരിസരത്തൊക്കെ പോയിട്ട് തായ്ലാൻഡിന്റെ ഫ്ലാഗ് എടുത്ത് കുത്തിയിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്നുള്ള അവകാശം പറയുന്ന സാഹചര്യത്തിൽ തായ്ലാൻഡ് കംബോഡിയ യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസം കൊണ്ടേ അവിടെ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അത് നല്ല രീതിയിൽ ആളിക്കത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ F-16 ഒക്കെ എടുത്തുകൊണ്ട് പോയി തായ്ലാൻഡ് കംബോഡിയയ്ക്ക് ഉള്ളിൽ ഫയറിംഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കംബോഡിയയും തിരിച്ച് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവരൊരു മൗണ്ടൻ ഏരിയയിൽ തായ്ലാൻഡിന്റെ മിലിറ്ററി പോസ്റ്റൊക്കെ കംബോഡിയ അടിച്ച് തച്ച് തകർക്കാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിരൂക്ഷമായ നിലയിലുള്ള അറ്റാക്ക്. അതായത് തായ്ലാൻഡ് കംബോഡിയ എന്ന് പേര് കേൾക്കുമ്പോൾ വളരെ ചെറിയ രാജ്യങ്ങളെ പോലെ തോന്നുന്നെങ്കിലും മാസീവ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1,80,000 പേരെ ബോർഡർ ഏരിയയിൽ നിന്നും തായ്ലാൻഡും കംബോഡിയയും ഒഴിപ്പിച്ചിട്ടുണ്ട്. യുദ്ധസമാനമായ സാഹചര്യമാണ്. ശരിക്കും നല്ല രീതിയിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പോലെയല്ല, അതിനേക്കാളും ഭീകരമായ രീതിയിലാണ് അവിടെ അറ്റാക്ക് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ഗ്ലോബൽ ഈവൻസ്. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.